ഹരേ കൃഷ്ണ. നാരായണീയം ദശകം 8 ശ്ലോകം 13. അസ്മിൻ പരാത്മൻ അനുപാത്മകൽപേ ത്വമിത്തമുത്ഥാപിത പദ്മയോനി അനന്തഭൂമാ മമ രോഗരാശിം നിരുന്തി വാതാലയവാസ വിഷ്ണോ. സർവത്ര ഗോവിന്ദ നാമ സങ്കീർത്തനം. ഗോവിന്ദ ഹരി ഗോവിന്ദ. അല്ലയോ പരമാത്മസ്വരൂപിയും ഗുരുവായൂർ ക്ഷേത്രത്തിൽ പരിലസിക്കുന്നവനുമായ മഹാവിഷ്ണു, ആ പാത്മകൽപ്പത്തിൽ ഇപ്രകാരം ഉത്ഭവിക്കപ്പെട്ട ബ്രഹ്മാവിനോട് കൂടിയവനും അതിരറ്റ മാഹാത്മ്യമുള്ളവനുമായ അങ്ങ് എൻ്റെ രോഗസമൂഹത്തെ തടഞ്ഞാലും. 2 പരാർത്ഥങ്ങൾ ഉള്ളതിൽ ആദ്യത്തേത് ബ്രാഹ്മകൽപ്പവും രണ്ടാമത്തേത് പാത്മകൽപ്പവുമാണ്. ഈ ശ്ലോകം 8ാം ദശകത്തിലെ ഈ 13ാമത്തെ ശ്ലോകം രോഗശാന്തിക്ക് വേണ്ടിയിട്ട് നമുക്ക് നിത്യവും ജപിക്കാവുന്നതാണ്. നമ്മൾക്ക് വേണ്ടിയും മറ്റുള്ളവർക്ക് വേണ്ടിയിട്ട് നമ്മൾക്ക് ഈ ശ്ലോകം ജപിക്കാം. നിത്യവും ഇത് 13 പ്രാവശ്യം ജപിക്കുന്നത് വളരെ നല്ലതാണ്. നമ്മുടെ എല്ലാ ദുരിതങ്ങളും, ശാരീരികവും മാനസികവുമായിട്ടുള്ള എല്ലാ ദുരിതങ്ങളും അകറ്റാനായിട്ടുള്ള ഒരു നിത്യ പ്രാർത്ഥന പോലെ ഭഗവാന്റെ പാദത്തിൽ സമർപ്പിക്കാവുന്നതാണ്. വിശ്വാസപൂർവം ഈ ശ്ലോകം ജപിക്കുകയാണെങ്കിൽ നമ്മൾക്ക് എല്ലാ വിഷമങ്ങളും മാറിക്കിട്ടും. എല്ലാവരും ആ ഭഗവാന്റെ കാൽക്കൽ മുറുക്ക പിടിക്കുക. ഹരേ കൃഷ്ണ. സർവം കൃഷ്ണാർപ്പണമസ്തു.